നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ സ്വന്തം നാടിനെ ചെളിവാരി എറിയാൻ ശ്രമിക്കുന്ന ഒരു നേതാവ്. അതെ, രാഹുൽ ഗാന്ധി. എന്നാൽ ഇന്നത്തെ വാർത്ത അതല്ല. ഇത്രയും കാലം രാഹുലിന്റെ വിവരമില്ലായ്മയ്ക്ക് കുടപിടിച്ചിരുന്ന സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇന്ന് അദ്ദേഹത്തെ പരസ്യമായി തള്ളിപ്പറയുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശശി തരൂർ, ആനന്ദ് ശർമ്മ, കമൽനാഥ്, മനീഷ് തിവാരി, കോൺഗ്രസിന്റെ അധികായന്മാർ ഒന്നൊന്നായി രാഹുലിനെതിരെ കലാപക്കൊടിയാണ് ഉയർത്തുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ നയതന്ത്ര മികവിനെ അവർ പരസ്യമായി വാഴ്ത്തുന്നു. എന്താണ് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്ന ഈ ഭൂകമ്പം? രാഹുൽ ഗാന്ധി എന്ന പപ്പു എങ്ങനെയാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ ഒരു സീറോ ആയി മാറിയത്? നരേന്ദ്രമോദി എന്ന വിശ്വഗുരു എങ്ങനെയാണ് ഈ ആഗോള പ്രതിസന്ധിയിലും ഭാരതത്തെ സുരക്ഷിതമായി നയിക്കുന്നത്? ഒളിച്ചു വെച്ചിരിക്കുന്ന പല സത്യങ്ങളും, രാഹുലിന്റെ വിദേശ അജണ്ടകളും, മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയും ഇഴകീറി പരിശോധിക്കുന്ന ഒരു വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം ഇന്നൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നിൽക്കുന്നത്. പശ്ചിമേഷ്യ കത്തിയെരിയുന്നു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്ന് കരുതിയ നിമിഷം, ലോകമഹായുദ്ധത്തിന്റെ ഭീതിയിൽ വൻ ശക്തികൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പായുമ്പോൾ അല്ലെങ്കിൽ പകച്ചു നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ഒരേയൊരു വ്യക്തിയിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കി. ഭാരതത്തിന്റെ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ ഇപ്പുറത്ത് നമ്മുടെ രാജ്യത്ത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? പശ്ചിമേഷ്യയിലെ സംഘർഷം വെറും ഒരു യുദ്ധവാർത്തയല്ല. അത് ഇന്ത്യയുടെ ഓരോ വീടിനെയും ബാധിക്കുന്ന ഒന്നാണ്. ലോകം മുഴുവൻ ഇന്ധനവില വർധനവിനെ പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിലെ ഒരു വിഭാഗവും ഉടൻ തന്നെ രാജ്യത്ത് LPG ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭീതി പരത്താനായി ശ്രമിച്ചു. ഒരുപാട് വാർത്തകൾ പടച്ചുവിട്ടു. എന്നാൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇവിടെയാണ് വ്യത്യസ്തനാകുന്നത്. മോദിയുടേത് വെറും ഒരു ഭരണമല്ല, അതൊരു മാസ്റ്റർ ക്ലാസ് നയതന്ത്രമായിരുന്നു. ഒരു വശത്ത് ഇസ്രയേലിന്റെ സുരക്ഷയെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇറാന്റെയും അറബ് രാഷ്ട്രങ്ങളുടെയും വിശ്വാസം കാത്തു സൂക്ഷിക്കാനായി മോദിക്ക് കഴിഞ്ഞു. അമേരിക്കയുടെയോ മറ്റ് പാശ്ചാത്യ ശക്തികളുടെയോ സമ്മർദ്ദത്തിന് ഭാരതം വഴങ്ങിയില്ല. ഭാരതത്തിന്റെ വിജയം എന്ന് പറയുന്നത്, അതായത് ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടും അറബ് നേതാക്കളോടും ഒരേ സമയം വിളിച്ച് സംസാരിക്കാൻ ലോകത്ത് മോദിക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ സ്വാധീനമാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യയിലേക്കുള്ള ഇന്ധന കപ്പലുകൾ തടസ്സമില്ലാതെ വരുന്നു എന്ന് ഉറപ്പാക്കിയത്. ഇതുകൊണ്ടാണ് കോൺഗ്രസ് MP മനീഷ് തിവാരിക്ക് TV ചാനലിൽ വന്ന് പറയേണ്ടി വന്നത് സർക്കാർ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന്. സ്വന്തം MP പോലും ശരി എന്ന് വിളിക്കുന്ന കാര്യത്തെയാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വിവരക്കേടാണ് ഒരു നേതാവിന് കാണിക്കാൻ കഴിയുക? രാഹുൽ ഗാന്ധി എന്നും ഒരു ദുരന്തമാണെന്ന് BJP പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം അത് അടിവരയിടുന്നു. ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ആനന്ദ് ശർമ്മയുടെ വെടിപൊട്ടിക്കൽ തന്നെ ആദ്യമാകട്ടെ. കോൺഗ്രസിന്റെ വിദേശകാര്യ നയങ്ങളുടെ ബുദ്ധികേന്ദ്രമായ ആനന്ദ് ശർമ്മ Xൽ കുറിച്ചത് ലോകത്തെ ഞെട്ടിച്ചു. മോദി സർക്കാരിന്റെ പശ്ചിമേഷ്യൻ നയതന്ത്രം പക്വവും വൈദഗ്ധ്യവും ഉള്ളതാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. രാഹുൽ ഗാന്ധി സർക്കാരിനെ അധിക്ഷേപിക്കുമ്പോൾ, വിവരമില്ലാതെ ഓരോന്ന് വിളിച്ചു കൂവുമ്പോൾ സ്വന്തം പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്, കൈയടിക്കുകയാണ്. ഇനി കമൽനാഥിന്റെ തുറന്നു പറച്ചിൽ നോക്കാം. രാജ്യത്ത് LPG ക്ഷാമം ഉണ്ടെന്ന് രാഹുൽ പ്രചരിപ്പിക്കുമ്പോൾ മുതിർന്ന നേതാവായ കമൽനാഥ് അത് തിരുത്തി. രാജ്യത്ത് ഒരു ക്ഷാമവും ഇല്ലെന്നും ചിലർ അനാവശ്യ ഭീതി പരത്തുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലാണെന്ന് കമൽനാഥും സാക്ഷ്യപ്പെടുത്തുമ്പോൾ രാഹുൽ ഗാന്ധി തീർത്തും പരിഹാസ്യനാവുകയാണ്. അടുത്തത് പതിവ് പോലെ ശശി തരൂരിലേക്ക് വരാം. വിദേശകാര്യങ്ങളിൽ ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് തരൂർ ആഹ്വാനം ചെയ്തു. പഹൽഗാം ഭീകരാക്രമണ സമയത്തും രാഹുൽ മോശം പ്രസ്താവനകൾ നടത്തിയപ്പോഴും തരൂർ സ്വന്തം രാജ്യത്തിനോടൊപ്പമാണ് ചേർന്ന് നിന്നത്. ഇന്നും അത് തുടരുകയാണ്. മോദിയുടെ നയതന്ത്ര വിജയം അംഗീകരിക്കാൻ തരൂർ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. സ്വന്തം നേതാവിന് വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയായി ഇന്ന് കോൺഗ്രസ് മാറിയിരിക്കുന്നു. രാഹുലിന്റെ വിവരമില്ലാത്ത നിലപാടുകൾക്ക് മുന്നിൽ തങ്ങൾ നാണം കെടുന്നു എന്ന് ഈ നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ രീതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. രാജ്യത്തിന് ഒരു അഭിമാന നിമിഷം ഉണ്ടാകുമ്പോഴെല്ലാം അത് തകർക്കാനായി രാഹുൽ പഠിച്ച പണി 18ഉം പയറ്റി നോക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ തന്നെ എടുത്തു നോക്കിയാൽ ഭാരതത്തിന്റെ ധീരരായ സൈനികർ അതിർത്തി കടന്ന തീവ്രവാദികളെ വേട്ടയാടിയപ്പോൾ രാഹുൽ ഗാന്ധി അതിന്റെ തെളിവ് ചോദിക്കുകയായിരുന്നു. സൈന്യത്തിന്റെ വീര്യത്തെ ചോദ്യം ചെയ്ത ഒരേയൊരു ഇന്ത്യൻ നേതാവ്, അതും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുലായിരിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയത്തും രാഹുൽ രാഷ്ട്രീയം കളിച്ച് ഭാരതത്തെ കുറച്ചു കാണിക്കാനായി നോക്കുകയായിരുന്നു. പിന്നെ ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ പോയി ഇന്ത്യയുടെ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന രാഹുൽ ആരെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു പോകും. ഇന്ത്യയുടെ ശത്രുക്കൾ പറയുന്ന അതേ ഭാഷയാണ് രാഹുലും സംസാരിക്കുന്നത്. BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി
ഭണ്ഡാരി ചൂണ്ടിക്കാട്ടിയത് എത്ര ശരിയാണ്. രാഹുൽ ഒരു അവസരവാദിയാണ്, ഒരു ഇന്ത്യ വിരുദ്ധനാണ് എന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നേതാക്കൾക്ക് തന്നെ അറിയാം. രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് എന്നും പ്രധാനം തന്റെ രാഷ്ട്രീയ ലാഭം മാത്രമാണ്. ഈ അവസരവാദ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി വെറും ഒരു പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം 140 കോടി ജനങ്ങളുടെ വിശ്വാസമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതം നേടിയെടുത്ത വളർച്ച ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. തകർന്നു കിടന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇന്നത്തെ 5ാമത്തെ വലിയ ശക്തിയാക്കി മാറ്റി. യുദ്ധങ്ങൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കുതിക്കുകയാണ്. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖല ഇന്ന് ഭാരതത്തിലാണ്. ഗ്രാമങ്ങളിലെ സാധാരണക്കാർ പോലും ഇന്ന് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ലോകം വിറച്ചു നിൽക്കുമ്പോൾ ₹1 പോലും അധികം ഈടാക്കാതെ ജനങ്ങളെ സംരക്ഷിച്ച മോദിയുടെ ഭരണമികവ് ലോകം അംഗീകരിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലെ ഇന്ത്യൻ നയതന്ത്രം പക്വതയും വൈദഗ്ധ്യവും ഉള്ളതാണെന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ മടിക്കുന്ന രാഹുൽ ഗാന്ധി എത്രമാത്രം വിവരമില്ലാത്തവനാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതിൽ യാതൊരു തെറ്റുമില്ല, ചിന്തിച്ചില്ലെങ്കിലാണ് കുഴപ്പം. BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഒരു അവസരവാദിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിയാം. കോൺഗ്രസിനുള്ളിൽ ഇന്ന് തർക്കം മൂർച്ഛിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് രാഹുലിന്റെ വിവരക്കേടുകൾ, മറുവശത്ത് രാജ്യസ്നേഹമുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതിഷേധം. രാഹുലിന്റെ പിന്തിരിപ്പൻ നയങ്ങൾ പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കുകയാണ്. ഭാരതം ലോകത്തിന് നെറുകയിലെത്തുമ്പോൾ സ്വന്തം കുഴി തോണ്ടുന്ന ഒരു നേതാവായി രാഹുൽ മാറി. പപ്പു എന്ന് വിളിക്കുന്നത് വെറുതെയല്ല എന്ന് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. മോദി സർക്കാർ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് സ്വന്തം നേതാവിനെ മാറ്റാൻ കഴിയാതെ ഉടലുകയാണ്. സത്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു വശത്ത് രാജ്യത്തെ ലോകത്തിന് നെറുകയിൽ എത്തിക്കുന്ന നരേന്ദ്രമോദി, മറുവശത്ത് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന സ്വന്തം പാർട്ടിക്കാർ പോലും തള്ളിക്കളഞ്ഞ രാഹുൽ ഗാന്ധി. ഭാരതം ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ്. പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുന്ന ഒരു നേതൃത്വം നമുക്കുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർക്ക് ഈ വളർച്ചയെ തടയാൻ കഴിയില്ല. സ്വന്തം നേതാക്കൾ തന്നെ അദ്ദേഹത്തെ തിരുത്തി കഴിഞ്ഞു. ഇനി ജനങ്ങളാണ് തിരുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണ്ടേ? മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ഒരു മടിയും കാണിക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. സത്യാവസ്ഥ എല്ലാവരും അറിയട്ടെ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വാർത്തകളുമായി വീണ്ടും എത്തും വരെ നന്ദി.